ഹലോ എവരിവൺ, ഞാൻ സിമി റോബിൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. ഉപബോധ മനസ്സിന്റെ പവറിനെ എങ്ങനെ നമ്മുടെ ലൈഫിലെ സക്സസിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ലൈഫിൽ വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിലും അതിന് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്താലാണ് വിജയിക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കാണില്ല. ഇവിടെയാണ് നമ്മളുടെ ഉപബോധ മനസ്സിനെ നമ്മൾ ശരിയായിട്ട് വിനിയോഗിക്കേണ്ടത്. നമ്മളുടെ സക്സസിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിനെ യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എവിടെയാണോ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഗോള് നമുക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. പൊതുവിൽ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കിനെ കുറിച്ച് ഒരുപാട് തരത്തിലുള്ള നോളജുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിലെ ഒരു സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താണ് എന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗോളിനെ ഇപ്പൊ തന്നെ ഞാനത് നേടി എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ തോട്ട്സും നമ്മളുടെ ബിലീഫ്സും നമ്മളുടെ ആക്ഷൻസും ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ക്രമപ്പെടുത്തുകയും അങ്ങനെ ആ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗുണകരമാണ് എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണ് ഈ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെയൊക്കെ ലൈഫിൽ വർക്ക് ചെയ്യുന്നത്? ഇവിടെയും സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ട്രോമകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാവാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ തോട്ട്സ് പ്രസന്റിലും എല്ലാം തന്നെ നെഗറ്റീവ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളുടെ ഓൾഡ് ബിലീഫ്സും മെമ്മറികളും എല്ലാം തന്നെ ഈ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വെറുതെ ഒന്ന് ഇരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയാലും ഏത് സമയത്തും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് മനസ്സിൽ കടന്നു വരുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഉപബോധ മനസ്സിനെ നമ്മൾ പുതിയ ഒരു കാര്യം പഠിപ്പിച്ചെടുക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആവർത്തിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട്, അതുകൊണ്ടാണ് ഇത് ഡെയിലി പറയണം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ദിവസം പറഞ്ഞിട്ട് പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യില്ല. ഇവിടെയും നമ്മൾ ബ്രഷിങ്ങിന്റെ കാര്യം അല്ലെ ഡ്രൈവിംഗ് ഒക്കെ നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിച്ചെടുക്കുന്നത് പോലെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അവിടെ പുതിയ ഒരു കാര്യം നമ്മൾ പഴയതിനെ റീപ്ലേസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഡെയിലി നമ്മൾ ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഉപബോധ മനസ്സ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടും അങ്ങനെ ലൈഫിൽ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ അല്ലെങ്കിൽ ഈ ഉപബോധ മനസ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ശാന്തമാക്കിക്കൊണ്ട് ഉപബോധ മനസ്സുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്കറിയാം, ധ്യാനത്തിൽ ഇരിക്കുമ്പോഴാണ് പല ആത്മീയ ആചാര്യന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നവർക്ക് ഓരോ ദർശനം ഉണ്ടാവുകയും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അല്ലെ ഐഡിയകൾ വരുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും കോൺഷ്യസ് മൈൻഡ് ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്താൽ ശരിയായില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമായിരിക്കും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകൾ. എന്നാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ മാത്രമേ കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ക്വയറ്റ് ആക്കിയെങ്കിൽ മാത്രമേ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാനും അതിന്റെ പവർ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അതിന് ഏറ്റവും അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് എങ്കിൽ നമ്മുടെ ലൈഫിലെ സ്ട്രെസ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും
നമുക്ക് സാധിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഈ ഉപബോധ മനസ്സ് തന്നെയാണ്. ഉപബോധ മനസ്സിനെ നമുക്ക് പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പവറിനെ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ലൈഫിന്റെ സക്സസിന് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഉപബോധ മനസ്സിനെ പഴയ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പഴയ കാര്യങ്ങളിൽ നിന്നും പുതിയ നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം റെപ്പറ്റീഷൻ ആണ്. ആവർത്തിച്ച് അതിപ്പോ പോസിറ്റീവ് അഫർമേഷന്റെ കാര്യമായാലും അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ആവർത്തനം അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ട്രെയിൻ ചെയ്ത് അതിൽ എക്സ്പേർട്ട് ആകണമെങ്കിൽ നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാനായിട്ട് അത് സഹായിക്കും.